ഹലോ ഹായ് ഗുഡ് ഈവനിങ് ഓൾ. എല്ലാ ദിവസവും ചെയ്തു വരുന്ന നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ മീൻസ് നമുക്ക് പിന്നെയും ഒരു കൺസോൾട്ടേഷൻ മാർക്കറ്റ് കിട്ടിയേക്കാണ്. അത് നമ്മൾ പറഞ്ഞ ലെവൽസിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാനാണ്. അത് നമ്മൾ പറഞ്ഞ ഇമ്പോർട്ടൻറ്റ് ലെവലിലാണ്. മീൻസ് എപ്പോഴും ഫാള് വരുന്ന ലെവലിൽ ഇപ്പോൾ കൺസോൾട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ലെവൽസ് കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മൾ ടെലിഗ്രാം ചാനലിലും പറഞ്ഞായിരുന്നു. ഓൾറെഡി നമ്മൾ നമ്മുടെ വീഡിയോയിലും നമ്മളത് എപ്പോഴും പറയുന്നുണ്ട്. ആ ലെവലിലാണ് നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി ആൻഡ് ഫിൻ നിഫ്റ്റി എല്ലാം എല്ലാ ഇൻഡൈസസും എല്ലാം ഒരു ലെവലിലാണ് കൺസോൾട്ടേറ്റ് ചെയ്തിരിക്കുന്നത്. സോ അവിടെ നിന്നുള്ള ബ്രേക്ക് ഔട്ടാണ് എന്താ പറയുക, നമുക്ക് കുറച്ചും കൂടി സൈഡ് മീൻസ് ഒരു ഡയറക്ഷൻ തര മേ ബി അവിടെ നിന്നുള്ള ബ്രേക്ക് ഔട്ട് ആയിരിക്കും. ആൻഡ് എല്ലാവരും ഇപ്പോൾ ലെവൽസ് കാര്യങ്ങൾ മീൻസ് ഫോളോ ചെയ്യുന്ന വാച്ച് ചെയ്യുന്നുണ്ട് എന്ന് തോന്നുന്നു. ആൻഡ് എപ്പോഴും നമ്മൾ പറയാറുള്ള പോലെ ലെവൽസിൽ തന്നെയാണ് എപ്പോഴും ഇമ്പോർട്ടൻസ്. അതോടൊപ്പം കാൻഡിൽ സ്റ്റിക് പാറ്റേൺസ് അല്ലെങ്കിൽ എന്താ പറയുക, നമുക്ക് ട്രെൻഡ് മീൻസ് നമ്മൾ ട്രെൻഡൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ ഉള്ള ഇതുണ്ടെങ്കിൽ ഈസി ആയിട്ട് വ്യൂ കറക്റ്റായിട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ആ ഡയറക്ഷൻ നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റും. ഇപ്പോൾ കറന്റ്ലി നമ്മൾ സൈഡ് വേസ് മാർക്കറ്റിൽ തന്നെയാണ് ഫോളോ ചെയ്യുന്നത് വിത്ത് സ്ലൈറ്റ്ലി ഇൻ ബിയറിഷ് ബയാസ് ആണ്. ഓൾറെഡി നമ്മൾ പറഞ്ഞായിരുന്നു. ബിക്കോസ് നമുക്ക് ഇന്നലെ PCR ഒരു നെഗറ്റീവ് ഇൻഡിക്കേഷനിലായിരുന്നു. സോ അപ്പോൾ നമ്മൾ മീൻസ് എന്താ പറയുക, PCR ഒരു നെഗറ്റിവിറ്റി നമ്മൾ മൊത്തത്തിൽ ഇന്ന് മാർക്കറ്റിലും കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ആൻഡ് എങ്ങനെയുണ്ട് ബാക്കി ഉള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്തായാലും നോക്കാം. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ നിഫ്റ്റി ഇന്നത്തെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആയിരുന്നു തന്നത്. ദെൻ അവിടെ നമുക്ക് നമ്മുടെ സെൻട്രൽ ലൈൻ, ചാനലിന്റെ സെൻട്രൽ ലൈൻ, ദെൻ അവിടെ കുറേ നേരം കൺസൾട്ടേഷൻ, പിന്നെ ഡിമാൻഡ് സോൺ, പിന്നെ ഒന്ന് ബ്രേക്ക് മീൻസ് എന്താ പറയുക, ഒരു കൺസൾട്ടേഷൻ വിത്ത് വോളറ്റാലിറ്റി എന്ന് വേണം പറയാൻ. ഇവിടെ ഒരു 22,100 ബ്രേക്ക് ചെയ്തിട്ടാണ് സപ്പോർട്ടിന് വേണ്ടി പോയത്. ദെൻ അവിടുന്ന് ഡിമാൻഡ് സോണിൽ നിന്ന് നല്ലൊരു ബാക്കപ്പ് ഉണ്ടായി. 200 ഒക്കെ അടുത്ത് വരെയും പോയി, 22,170 ഒക്കെ വരെയും പോയി. പിന്നെ നമുക്ക് 22,100 റേഞ്ചിലേക്ക് വന്നു. ഏകദേശം ആ ഒരു ലെവലിലാണ് ഇന്ന് നിഫ്റ്റി മീൻസ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ആണ്, ബട്ട് എന്താ പറയുക, കുറച്ചൊന്ന് ആ ഇതിൽ തന്നെ നല്ല രീതിയിൽ നല്ല പോയിന്റ്സിൽ വോളറ്റാലിറ്റി ഉണ്ട് എന്ന് മാത്രം. അപ്പ് ആൻഡ് ഡൗൺ എന്തായാലും നിഫ്റ്റിക്ക് ഉണ്ടായിട്ടുണ്ട്. ദെൻ ഇനി ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിലും ബാങ്ക് നിഫ്റ്റിയും കുറച്ചും കൂടി ഒരു എന്താ പറയുക, ഒരു വയലന്റ് ആയിരുന്നു. ഇവിടെ നല്ലൊരു പിന്നെയും അവിടെ ഒരു കൺസോൾട്ടേഷൻ ആയിരുന്നു. ദെൻ അവിടെ നിന്ന് നല്ലൊരു ബാക്ക് ഉണ്ടായിരുന്നു. ഈ ഒരു ചാനലിന്റെ സപ്പോർട്ടാണ് ബാങ്ക് നിഫ്റ്റി എടുത്തേക്കുന്നത്. ഇവിടെ നിന്ന് താഴേക്ക് വന്നിട്ടുണ്ടെങ്കിലും ചാനൽ സപ്പോർട്ട് ചെയ്തിട്ട്, ഇവിടെ ചാനൽ സപ്പോർട്ട് ചെയ്തിട്ടാണ് ഒരു ബാക്ക് ഉണ്ടായിരുന്നത്. ഇവിടെ ചാനൽ സപ്പോർട്ട് ചെയ്തിട്ടാണ് ഇന്ന് ക്ലോസ് ഉണ്ടായിരുന്നത്. ചാനൽ സപ്പോർട്ട് ഉണ്ട്, ബട്ട് അതുപോലെ തന്നെ എന്താ പറയുക, വീക്ക്നെസ്സും ഫീൽ ആവുന്നുണ്ട്. ബിക്കോസ് നമുക്ക് എന്താ പറയുക, കണ്ടിന്യൂസ്ലി ഒരു താഴേക്കായിരുന്നു മൂവ്മെന്റ് ഉണ്ടായത്. കൺസൾട്ടേഷൻ തന്നെ ബിയറിഷ് ബയാസ് എന്ന് പറയാം. സ്റ്റിൽ നമ്മൾ ആ പറഞ്ഞ ആ യെല്ലോ മാർക്ക് ആ റേഞ്ചിലാണ് ബാങ്ക് നിഫ്റ്റി നിൽക്കുന്നത്. ഇനി നമുക്ക് നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയും OA ചാർട്ട് വെച്ചൊന്ന് നോക്കാം. ഇതാണ് നിഫ്റ്റിയുടെ OA ചാർട്ട്. OAയിൽ നമുക്ക് കറന്റ്ലി എന്താ പറയാ, നമുക്ക് 22,000 22,100 സ്റ്റാഡിൽ ഫോർമേഷൻ വിത്ത് ഒരു സപ്പോർട്ട് ഉണ്ട്. 22,200 22,000 ഇവിടെ എല്ലാം ഈ 3 സ്ട്രൈക്കിലും ഏകദേശം ഒരേപോലെ കോൾ ആൻഡ് പുട്ട്. മീൻസ് ഒരു സൈഡിൽ നല്ല കോൾ ആണെങ്കിൽ ഒരു സൈഡിൽ പുട്ടാണ്, മീൻസ് താഴേക്ക് പുട്ടാണ്. അതിനനുസരിച്ച് കോൾ ബിൽഡിങ്ങും രണ്ട് സൈഡിൽ ഈക്വലി കോൾ ആൻഡ് പുട്ട് ബിൽഡിംഗ് എന്ന് വേണമെങ്കിൽ പറയാം. PCR 0.9, ഇന്നലെ 0.8 ആയിരുന്നു. സോ കുറച്ചും കൂടി ഒരു മെച്ചപ്പെട്ടിട്ടുണ്ട്. ബിക്കോസ് ഇന്ന് നമുക്ക് നെഗറ്റീവ് ബയാസ് ആണെങ്കിൽ തന്നെ നമുക്ക് പുട്ട് ബിൽഡിംഗ് കുറച്ചും കൂടി ഒന്ന് കൂടി വരുന്നുണ്ട്. സോ അതൊരു പോസിറ്റീവായിട്ട് കാണാം. ആൻഡ് മന്ത്ലിയും കൂടി നോക്കുകയാണെങ്കിൽ നോക്കാം. ഓക്കെ, മന്ത്ലിയും കൂടി നോക്കുകയാണെങ്കിൽ നമുക്ക് പുട്ട് ബിൽഡിംഗ് തന്നെയാണ്. മേളിൽ PCR 0.9 ആണ്. കുറച്ചൊരു എന്താ പറയുക, ഒരു കുറച്ചൊന്ന് മീൻസ് ഒരു മേളിലേക്കാണ് വരുന്നത്. സോ ഇവിടെ നിന്നുള്ള മീൻസ് ഇവിടെ നിന്ന് താഴേക്ക് വരികയാണെങ്കിൽ ഈ പുട്ട് ബിൽഡിംഗ് ഈ പുട്ട് ബിൽഡിങ്ങിന്റെ ഒരു കവറിങ് ഷോർട്ട്സ് വേണമെങ്കിൽ കവർ ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ ലോങ് കവർ ചെയ്യാൻ വേണ്ടി വരും. ലോങ് അൺവൈൻഡിങ് വരും. ലോങ് അൺവൈൻഡിങ് വന്നാലും ഫാൾസ് കൂടാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ എന്തായാലും PCR 0.9 ആണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ലെവൽസ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പറഞ്ഞ ലെവൽസ് ഒക്കെ തന്നെയാണ്. 22,000 തന്നെയാണ് സ്ട്രോങ് റെസിസ്റ്റൻസ്. 22,200 22,100 സ്റ്റാഡിൽ ഫോർമേഷൻ മാറിയിട്ടുണ്ട് എന്ന് മാത്രം. 22,100 ഒരു സ്റ്റാഡിൽ ഫോർമേഷൻ, 22,200 ഓൾമോസ്റ്റ് സ്റ്റാഡിൽ തന്നെയാണ്. കുറച്ചും കൂടി ഒരു എന്താ പറയുക, കുറച്ചും കൂടി
കോള് ബിൽഡ് ചെയ്ത് നിൽക്കുന്നു എന്ന് മാത്രം 22,200 ഓൾമോസ്റ്റ് അവിടെ ഒരു പുട്ട് ബിൽഡിങ്ങും കാണാൻ കഴിയുന്നുണ്ട്. ആൻഡ് കോൾ ആൻഡ് പുട്ട് ബിൽഡിങ് ഇവിടെ കാണാം. സി അവിടെ നമുക്ക് രണ്ടും കാണാം, കോൾ ആൻഡ് പുട്ട് ഇവിടെ കാണാം. അപ്പോൾ ആ ഒരു ലെവല് ശ്രദ്ധിക്കുക. ആൻഡ് ഇവിടെ അധികം നിൽക്കുന്നത് കോളാണ്, അതിന്റെ താഴെയാണ് എന്താ നിൽക്കുന്നത്, പുട്ട് നിൽക്കുന്നത്. സോ അപ്പൊ അതൊന്ന് മനസ്സിലാക്കുക. താഴെയാണെങ്കിൽ ഇപ്പോൾ മാക്സിമം നിൽക്കുന്നത് പുട്ടാണ്, അതിന്റെ താഴെയാണ് കോള് നിൽക്കുന്നത്. അപ്പോൾ അതും ആ ലെവൽസും ഒന്ന് മനസ്സിലാക്കുക. ദെൻ ഇനി നമുക്ക് ബാങ്ക് നിഫ്റ്റി നോക്കാം. ബാങ്ക് നിഫ്റ്റിയിൽ 47,000 സ്ട്രാഡിൽ ഫോം ചെയ്തുകൊണ്ടിരുന്നത്. ആൻഡ് വീക്കിലിയിൽ എങ്ങനെയുണ്ട് നോക്കാം. ഓക്കെ, 47 തന്നെയാണ് കോൾ വരുന്നത്. ഇവിടെ നമുക്ക് നല്ല ബിയറിഷ്നെസ് ഇപ്പോഴും തുടരുകയാണ്. ബാങ്ക് നിഫ്റ്റിക്ക് വീക്ക്നെസ് സ്റ്റിൽ ഉണ്ട്. ആൻഡ് കറന്റ് 47 നല്ല രീതിയിലുള്ള പുട്ട് ബിൽഡിംഗ് ഉണ്ട്. ഇത്രയും ഇത് വന്നിട്ടും 47 സ്ട്രാഡിലായിട്ട് തന്നെ കറന്റ് നിൽക്കുന്നത്. ആൻഡ് 46,500 ഏകദേശം ഒരു സ്ട്രാഡിൽ ഫോർമേഷൻ പോലെ വരുന്നുണ്ട്. ആൻഡ് പുട്ട് എന്താ പറയാ, ഇവിടെ ഒന്നും പുട്ട് ബിൽഡിംഗ് ഇത് കാണുന്നില്ല, സപ്പോർട്ട് കാണുന്നില്ല. 46 അവിടെ കോള് വളരെ കുറച്ചുള്ളൂ. സോ അപ്പോൾ 46 ഒരു മെയിൻ ഇതാക്കാം. ആൻഡ് PCR 0.7 അത് കുറച്ചും കൂടി നല്ല രീതിയിലുള്ള ബിയറിഷ്നെസ് ആണ് ബാങ്ക് നിഫ്റ്റി സൂചിപ്പിക്കുന്നത്. അപ്പോൾ ബാങ്ക് നിഫ്റ്റിനെ വെച്ച് നോക്കിയാൽ 47 സ്ട്രാഡിൽ ഫോർമേഷൻ ആയിട്ട് ഉണ്ട്. അപ്പൊ അത് ശ്രദ്ധിക്കുക. ആൻഡ് 46,500 ഇപ്പൊ എന്താ പറയാ, നമുക്ക് 46,500 ഇപ്പൊ നമുക്ക് കുറച്ചും കൂടി ഇത് വരുന്നത്, ആ ഒരു സ്ട്രൈക്കിന്റെ വരുന്നത്. ബിക്കോസ് നമുക്ക് ഇനി അവിടെ സ്ട്രാഡിൽ ഫോർമേഷൻ പറയണേലും നല്ലത് വീക്ക്നെസ് ആണ് ഇവിടെ മൊത്തത്തിൽ നമുക്ക് ഫീൽ ആവുന്നത്. ആൻഡ് 47 ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് നമുക്ക് നല്ലൊരു റാലി അവിടെ കിട്ടാൻ ചാൻസ് ഉള്ളൂ. അതല്ലെങ്കിൽ നമുക്ക് താഴേക്ക് തന്നെ ഫോളോ ആവാൻ ചാൻസ് ഉണ്ട്. ദെൻ അതോടൊപ്പം നമുക്ക് എവിടെയാണ് നല്ല രീതിയിലുള്ള കോൾ ബിൽഡിംഗ് വരുന്നത്, എന്നിട്ട് അത് ബ്രേക്ക് ചെയ്യണമെങ്കിൽ നല്ലൊരു റാലി കിട്ടാനും ചാൻസ് ഉണ്ട്. ബിക്കോസ് 0.7 ആണ് PCR ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് നല്ല ബിയറിഷ്നെസ് കാണിക്കണം ഉണ്ട്. ഓക്കെ, അപ്പൊ ഇങ്ങനെ തന്നെ നിൽക്കാം. 46,500 ഫസ്റ്റ് ഒരു സപ്പോർട്ടായിട്ട് തന്നെ നിൽക്കാം. പക്ഷേ അവിടെ നമുക്കൊരു കോൾ ഉണ്ട്, താഴെ ഒരു കോളും കൂടി കൊടുക്കാം. അവിടെ ഒരു കോൾ ബിൽഡിംഗ് ഉണ്ട്. അപ്പൊ അത് നോക്കുക. ആൻഡ് ചാനലിന്റെ സപ്പോർട്ടാണ് ഇവിടെ വരുന്നത്. ബിക്കോസ് ആ ഒരു ചാനലിലാണ് ഉണ്ടായിരുന്നത്. നമുക്ക് ലാസ്റ്റ് 4 hour ടൈം ഫ്രെയിമിൽ ഒന്ന് നോക്കാം. ആൻഡ് ബാക്കി 46 സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് 47 ഫസ്റ്റ് റെസിസ്റ്റൻസ് 47,500 ഓൾമോസ്റ്റ് അങ്ങനെയൊക്കെ തന്നെയാണ്. 47,500 തന്നെയാണ് നമ്മൾ നേരത്തെയും റെസിസ്റ്റൻസ് വെച്ചേക്കണേ. 47 സ്ട്രാഡിൽ എന്ന് പറഞ്ഞാൽ കോളാണ് മാക്സിമം നിൽക്കുന്നത്, പുട്ടും അതിൻ്റെ ഒപ്പം തന്നെ ഉണ്ട് എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കുക. ആൻഡ് പിന്നെ വരുന്ന 46,000 നെക്സ്റ്റ് സപ്പോർട്ട് എന്ന് പറയുന്നത്. 46,000 സപ്പോർട്ടും മൈൻഡ് ചെയ്ത് വെക്കുക. ബിക്കോസ് അവിടെ അത് കഴിഞ്ഞിട്ട് മീൻസ് അധികം ഇല്ലെങ്കിലും അവിടെ നമുക്കൊരു സപ്പോർട്ട് എടുക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. ബിക്കോസ് അതൊരു ഇമ്പോർട്ടൻറ്റ് ലെവലാണ് 46,000 എന്നുള്ളത്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. ദെൻ ഇനി നമുക്ക് ഇത് ചെയ്യാം. FIDA ഡാറ്റ ഒന്ന് നോക്കാം. ഓക്കെ, ഫീച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് നോക്കാം. ഇന്ന് നമുക്ക് രണ്ടും അൺവൈൻഡിങ് ആണ് നടക്കുന്നത്. കോൾ അൺവൈൻഡിങ് ആൻഡ് പുട്ട് അൺവൈൻഡിങ് ആണ്. അപ്പോൾ ഇൻഡെക്സ് ഓപ്ഷൻസിലാണ്. ഇൻഡെക്സ് ഓപ്ഷൻസിന്റെ FISന്റെ പൊസിഷൻസ് ആണ്. ലോങ്ങിലേക്ക് ആരും നിൽക്കുന്നില്ല. അവിടെ നമുക്ക് എന്താ പറയാ, ബിയറിഷ്നെസ് എന്ന് പറയാൻ പറ്റൂല. ബിക്കോസ് രണ്ടും അൺവൈൻഡിങ് ആയതുകൊണ്ട് നമുക്ക് മാക്സിമം അൺവൈൻഡിങ് ചെയ്തേക്കുന്നത് പുട്ടാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് നെറ്റ് ഒരു ബുള്ളിഷ് എന്ന് പറയാം. അതിൽ കാണിക്കുന്ന നെറ്റ് ബുള്ളിഷ് ആണെന്ന്. ദെൻ ഇനി FISന്റെ ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സിൽ വെച്ച് നോക്കുമ്പോൾ ഒരു ചെറിയ രീതിയിൽ ബൈയിങ് ആണെന്ന്. 7,921 ഒരു ബൈയിങ് ആണ്. ആൻഡ് OA ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സിൽ ലോങ്ങിലേക്ക് പുട്ട് വരുന്നുണ്ട്. ആൻഡ് ലോങ്ങിലേക്ക് കോള് അൺവൈൻഡിങ് ആണ് നടന്നേക്കുന്നത്. കോളിൽ ലോങ് ഇല്ല. സോ അത് നമുക്ക് ബിയറിഷ്നെസ് ആണ്. ഇൻഡെക്സ് ഓപ്ഷൻസിൽ OA ഇൻഡെക്സ് ഓപ്ഷൻസിൽ ബിയറിഷ് ആണ്. ആൻഡ് സെല്ലിംഗ് ഫിഗേഴ്സ് കുറച്ചും കൂടി കുറഞ്ഞിട്ടുണ്ട്. 29,000 ഇന്നലെ നമുക്ക് ചെറിയ ലാസ്റ്റ് ഡേ ഫ്രൈഡേ ഒരു ചെറിയൊരു കൂടി വന്നതായിരുന്നു. 34 -37 വന്നായിരുന്നു. ദെൻ ഇപ്പോൾ -29 പോയി. സോ അതും നമുക്കൊരു പോസിറ്റീവ് സൈൻ ആണ് കാണുന്നത്. സോ FIS ഒരു ന്യൂട്രൽ ടു പോസിറ്റീവ് എന്നറിയാം. ഓൺലി നമുക്ക് നെഗറ്റീവായിട്ട് വന്നേക്കുന്നത് OA ഇൻഡെക്സ് ഓപ്ഷൻസിൽ മാത്രമാണ്. അത് കുറച്ചൊരു അധികമായിട്ട് തന്നെ പുട്ട് ലോങ്ങിലേക്ക് നിൽക്കുന്നുണ്ട് OA ഇൻഡെക്സ് ഓപ്ഷൻസിൽ. ദെൻ ഇനി നമ്മൾ പ്രോന്റെ ഇൻഡെക്സ് ഓപ്ഷൻസ്, ഡെയിലി ഇൻഡെക്സ് ഓപ്ഷൻസിലാണെങ്കിൽ അവിടെ ബിയറിഷ്നെസ് ആണ്. പുട്ടാണ് ലോങ്ങിലേക്കും കോള് അൺവൈൻഡിങ് നടത്തി. സോ അത് നമുക്ക് നല്ല ബിയറിഷ്നെസ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ദെൻ സെല്ലിങ് കണ്ടിന്യൂ ചെയ്യാണ്. നമുക്ക് ഇവിടെ ഇൻഡെക്സിൽ ഡെയിലി സെല്ലിങ്ങിൽ കാണാം
16,000 അവിടെ കണ്ടിന്യൂ ചെയ്യാനാണ്. സ്റ്റിൽ നമുക്ക് ഇവിടെ കാണാം, ഇവിടെ ഫാൾ ആയിട്ടൊന്നും ഇതുവരെയും വന്നിട്ടില്ല. നമ്മൾ കെയർഫുൾ ആയിരിക്കേണ്ട ടൈം കൂടിയാണ് എന്ന് കാര്യം മറക്കാണ്ടിരിക്കുക. ദെൻ ഇവിടെ പ്രോ സ്റ്റിൽ നമുക്ക് ഇവിടെയും നമുക്ക് നെഗറ്റീവ് തരുന്നുണ്ട്. പ്രോ ലോങ്ങിലേക്ക് പൊട്ടും ആൻഡ് കോള് അൺവൈൻഡ് ചെയ്തിട്ടുണ്ട്. പ്രോ കംപ്ലീറ്റ്ലി നെഗറ്റീവ് ആണ്. ദെൻ നല്ല രീതിയിലുള്ള സെല്ലിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സിൽ നല്ല രീതിയിലുള്ള സെല്ലിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ പ്രോ കംപ്ലീറ്റ്ലി നെഗറ്റീവ് ആൻഡ് നമ്മൾ FAS ആണെങ്കിൽ സ്ലൈറ്റ്ലി ഇൻ പോസിറ്റീവ് ആണ്. സി ഇവിടെ നമുക്ക് FASന്റെ സെല്ലിംഗ് കാണാം -25 crore ആൻഡ് DAS ഓൺലി 5 crore. ജസ്റ്റ് അത് ഒന്നുമില്ല എന്ന് വേണമെങ്കിൽ പറയാം. ആൻഡ് അതാണ് ഓൾമോസ്റ്റ് നമുക്ക് എന്താ പറയുക, നമുക്കൊരു FIDA ഡാറ്റ നോക്കുമ്പോൾ നമുക്ക് നെഗറ്റിവിറ്റി ആണ് അധികവും ഉള്ളത്. മാക്സിമം നെഗറ്റീവിലേക്ക് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. ബിക്കോസ് പോസിറ്റീവായിട്ട് FIS ഉണ്ടെങ്കിലും അവിടെ അവരുടെ പൊസിഷൻസ് വളരെ ലിമിറ്റഡ് ആണ് എന്ന് മാത്രം. ദെൻ ഇനി നമുക്ക് ഒരു ലാർജ് ടൈം ഫ്രെയിം കൂടി ഒന്ന് നോക്കാം. ഫസ്റ്റ് നിഫ്റ്റി ഒന്ന് നോക്കാം. 4 hour ടൈം ഫ്രെയിമിലാണ് നമ്മൾ ഈ ഒരു ഇത് വരച്ചേക്കുന്നത്. 4 hour ടൈം ഫ്രെയിമിൽ വെച്ച് നോക്കുമ്പോൾ സ്റ്റിൽ ആ ഒരു കണ്ടിന്യൂഷൻ നമുക്ക് തുടരുന്ന എന്ന് തന്നെ കാണാം. ഇവിടെ നമുക്കൊരു ചെറിയൊരു സെല്ലിംഗ് ഫിഗർ പോലെ ഇവിടെ നമുക്ക് കാണാം. ബിക്കോസ് ഇവിടെ നമുക്കൊരു പിൻ ടൈപ്പ് നമുക്ക് എന്താ പറയുക ഇൻവേർട്ടഡ് ഹാമർ എന്നൊക്കെ വേണമെങ്കിൽ പറയാവുന്ന ഒരു ക്ലോസിംഗ് ടൈമിൽ ഇവിടെ ഒരു ഇൻവേർട്ടഡ് ഹാമർ ഫോം ചെയ്തിട്ടുണ്ട്. ആൻഡ് മെയിനായിട്ട് ഇവിടെ ഒരു 3 റെഡ് ക്യാൻഡിൽസ് ആൻഡ് ഫോളോ ത്രൂ നമുക്ക് എന്താ പറയുക ഒരു ഇൻവേർട്ടഡ് ഹാമർ ക്യാൻഡിലും കൂടിയാണ് 4 hours തന്നത്. സോ അതൊരു ഡെഫിനറ്റ്ലി നമുക്കതൊരു നല്ല വ്യൂ അല്ല ഇവിടെ തരുന്നത്. സോ അപ്പോൾ അതൊന്ന് വാച്ച് ചെയ്യുക. ആൻഡ് അതിന് കൺഫർമേഷനും കൂടി കിട്ടിയാൽ മാത്രമായിരിക്കും ഇനി നെക്സ്റ്റ് ഫാൾ ഉണ്ടാവെങ്കിൽ തന്നെ കണ്ടിന്യൂഷൻ കിട്ടണം. മീൻസ് കണ്ടിന്യൂഷൻ ക്യാൻഡിൽ ഇവിടെ ഫോം ചെയ്യണം എന്നാൽ മാത്രമാണ്. അതല്ല ഇവിടെ നമുക്ക് എന്താ പറയുക വീണ്ടും ഒരു ഹാമർ ടൈപ്പ് ക്യാൻഡിൽ ആണെങ്കിൽ കൺസോൾട്ടേഷൻ തന്നെ ഈ ഒരു ലെവലിൽ നമുക്ക് പ്രതീക്ഷിക്കാം. അതല്ല നമുക്ക് കണ്ടിന്യൂഷൻ ആണെങ്കിൽ നമുക്ക് ഇവിടെ എന്താക്കാം, നമുക്ക് നല്ലൊരു റെഡ് ക്യാൻഡിൽ ഫോം ചെയ്ത് വരാം. സോ അതിനുവേണ്ടി നാളെ ഒന്ന് വെയിറ്റ് ചെയ്യുക. ദെൻ ഇനി നമുക്ക് മീൻസ് ഇത് നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്കൊരു കപ്പ് ആൻഡ് ഹാൻഡിൽ ഫോർമേഷൻ പോലെ ഫോം ചെയ്യുന്നുണ്ട്. ബിക്കോസ് സ്റ്റിൽ അതൊരു കൺഫേം അല്ല. ഇവിടെ നമ്മൾ പറയുകയാണെങ്കിൽ ഒരു കൺഫേം ആയിട്ടൊന്നും നമുക്ക് പറയാൻ പറ്റാത്തൊരു പൊസിഷനിൽ തന്നെയാണ് നിൽക്കുന്നത്. എന്തായാലും ഈ ഒരു ഇത് നമുക്ക് നാളത്തെ ഇതിൽ ചാനലിൽ അപ്ഡേറ്റ് ചെയ്യാം. ബിക്കോസ് നമ്മുടെ ടെലഗ്രാം ചാനലിൽ അത് അപ്ഡേറ്റ് ചെയ്യാം എങ്ങനെയാണ് അതിൻ്റെ ഫോർമേഷൻ വരുന്നത്. ആൻഡ് ഓൾമോസ്റ്റ് ലൈക്ക് ഇതൊരു കപ്പ് ആൻഡ് ഇതൊരു ഹാൻഡിൽ ഫോർമേഷൻ പോലെ വരുന്നുണ്ട്. സി നമുക്ക് ഇവിടെ ട്രെൻഡ് ലൈനിൽ വെച്ച് നോക്കിയാൽ കാണാം. സി ഇവിടെ നമുക്കൊരു ഇതൊരു കപ്പ് ആൻഡ് ഹാൻഡിൽ ഫോർമേഷൻ പോലെ വരുന്നുണ്ട്. ആൻഡ് വെയിറ്റ്, നമ്മൾ ചാടിക്കറിയായാലും ഒരു ഡിസിഷൻ എടുക്കരുത്. ബിക്കോസ് നമുക്ക് സ്റ്റിൽ ഈ ഒരു ലെവൽ മീൻസ് കൺഫർമേഷൻ കിട്ടിയിട്ടില്ല. അപ്പോൾ അതോടൊപ്പം തന്നെ FIDA ഡാറ്റ ഒക്കെ നമുക്ക് നെഗറ്റീവ് ആണ്. അപ്പോൾ ഈ ഒരു കപ്പ് ആൻഡ് ഹാൻഡിൽ ഫോർമേഷൻ പോലെ വന്നാലും ഒരു നെഗറ്റീവ് വന്നിട്ട് എവിടെയാണ് നല്ലൊരു സപ്പോർട്ട് കിട്ടുക അവിടെ നിന്ന് വേണം നമുക്ക് മീൻസ് ഓപ്പോസിറ്റ് ട്രേഡിലേക്ക് പോകുന്നുണ്ടെങ്കിൽ നോക്കാൻ. ഇവിടെ നമുക്ക് വേറെ മീൻസ് നെഗറ്റീവ് ക്യാൻഡിലായിട്ടൊന്നും ഇപ്പോൾ കറൻ്റ്ലി ഫോം ചെയ്തിട്ടില്ല. ഒരു പിൻബാർ ടൈപ്പ് മീൻസ് നമ്മൾ നിഫ്റ്റിയിൽ കണ്ട പിൻബാർ ടൈപ്പ് ക്യാൻഡിലോ അല്ലെങ്കിൽ മീൻസ് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഈ ക്യാൻഡിൽ ആൻഡ് ഇത് കണ്ടില്ല, ഇവിടെ നമുക്ക് ഒരു സെൽ ടൈപ്പ് ക്യാൻഡിൽ ആയിരുന്നു വന്നത്. ബട്ട് നെക്സ്റ്റ് ക്യാൻഡിൽ നമുക്കൊരു ഹാമർ പാറ്റേൺ ക്യാൻഡിൽ വന്നു. അവിടെ നിന്ന് നമുക്ക് വീണ്ടും നമുക്കൊരു ബുള്ളിഷ് വന്നു. ദെൻ അവിടെ തന്നെ കൺഫേം ചെയ്ത് മീൻസ് ട്രേഡ് വിത്ത് സ്ലൈറ്റ്ലി ഇൻ ഫസ്റ്റ് ഒരു പോസിറ്റീവ് ബയസ് ഉണ്ട്, ദെൻ ഒരു നെഗറ്റീവ്, പിന്നെയും ഒരു വന്നു, പിന്നെയും നെഗറ്റീവിൽ, അങ്ങനെ ആ ഒരു റേഞ്ചിലാണ് ഇപ്പോൾ നമ്മൾ സൈഡ് വേസ് മാർക്കറ്റായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ അപ്പോൾ ആ ലെവൽസിൽ തന്നെ ആയിരിക്കണം മിക്കവാറും. ഇതിന്റെ ലെവൽസിന്റെ ബ്രേക്ക് ഔട്ട് എങ്ങനെയാണ് മീൻസ് ഫേക്ക് ഔട്ട് ആവാണ്ട് ഈ ക്യാൻഡലിന്റെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചറിയാം. ഇവിടെ നല്ല ആൻഡ് ഫോളോ ത്രൂ ക്യാൻഡിലും വന്നിട്ടുണ്ട്, ദെൻ നല്ലൊരു ഫോളോ വന്നിട്ടുണ്ട്. ഇവിടെ നല്ലൊരു ക്യാൻഡിൽ ആൻഡ് ഫോളോ ത്രൂ ക്യാൻഡിൽ, ഇവിടെ ഒരു ഫോളോ വന്നു, റീടെസ്റ്റ് വന്നിട്ട് നല്ലൊരു ഫോളോ വന്നു. അപ്പോൾ അതാണ് എന്താ പറയാ, ആ ക്യാൻഡിൽസ് ആണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പിൻബാർ ടൈപ്പ് ക്യാൻഡിൽസിന് നോക്കുക, പിൻബാർ ക്യാൻഡിൽസും വിത്ത് കൺഫർമേഷനും കൂടി നോക്കുക. ആൻഡ് അവിടെ നമുക്ക് നല്ലൊരു ഡയറക്ഷൻ കിട്ടാൻ ചാൻസസ് കൂടുതലാണ്. വിത്ത് നമുക്ക് നല്ലൊരു എന്താ പറയുക, നല്ലൊരു ഒരു സ്റ്റോപ്പ് ലോസും കൂടി കരുതുക. ഡയറക്റ്റ് നമ്മൾ ചെയ്യണതിന് നല്ലത് ഒരു കോൺട്ര പൊസിഷൻസോ അങ്ങനത്തെ രീതിയിൽ ചെയ്യണമെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. അപ്പോൾ അതാണ് നമ്മൾ നമ്മുടെ അനാലിസിസിൽ പറയാനുള്ളത്. ഓവറോൾ ഒരു FIDA ഡാറ്റ നമുക്ക് FIS ചെറിയൊരു പോസിറ്റീവ് ആണെങ്കിൽ
DAS ആണെങ്കിൽ നമുക്ക് എന്താ പറയുക ചെറിയ രീതിയിലുള്ളൊരു മീൻസ് നല്ലൊരു നെഗറ്റീവ് പൊസിഷനിലാണ് DAS നിൽക്കുന്നത്. ആൻഡ് OA വെച്ച് നോക്കുകയാണെങ്കിലും നമുക്ക് സപ്പോർട്ട് വളരെ വീക്കാണ്. ബാങ്ക് നിഫ്റ്റി നല്ല രീതിയിൽ വീക്കായിട്ട് തന്നെയാണ് തുടരുന്നത്. 0.7%. ആൻഡ് അതോടൊപ്പം നിഫ്റ്റി കുറച്ചൊന്ന് മേളിലേക്ക് വന്നിട്ട് 0.9. അവിടെ നമുക്ക് ഫോളോ വന്നാൽ ലോങ് അൺവൈൻഡിങ് വന്നാൽ ഫോളോ വരാനുള്ള ചാൻസസ് ഉണ്ട്. എനിവേ കൺസോൾട്ടേഷൻ ആണ് ഇപ്പോഴത്തെ റേഞ്ചിലുള്ളത്. അപ്പോൾ ആ ലെവൽസ് എപ്പോഴും വാച്ച് ചെയ്യുക. ആൻഡ് എപ്പോഴും നല്ല ട്രേഡ്സിൽ കയറാൻ നോക്കുക. ക്യാപിറ്റൽ സേഫ് ആവുന്ന ട്രേഡ്സിൽ മാത്രം കയറുക. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.